സർ, 2 തവണ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഒരാളാണ് ഇമ്രാൻഖാൻ. ഒരുപക്ഷെ ഇമ്രാൻഖാന് പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒരുപോലെ ജനപിന്തുണയുള്ള ഒരാളാണ് ഇമ്രാൻഖാൻ. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അഠ്യാല ജയിലിൽ പാകിസ്ഥാൻ തടവിൽ കഴിയുകയാണ്. 14 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ ജയിലിൽ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയനായി ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള വിവരമാണ് ഈ ബലൂചിസ്ഥാന്റെ ഒക്കെ എക്സ്പോസ്റ്റിലാണ് അത് പ്രചരിച്ചു തുടങ്ങിയത്. പിന്നീട് അത് വലിയ രീതിയിൽ അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം അത് ചർച്ചയാക്കി. ഇമ്രാൻഖാന്റെ 3 സഹോദരിമാർ അവിടെ എത്തിയിട്ട് എല്ലാ ആഴ്ചയും സന്ദർശിക്കാൻ കോടതി അനുമതി കൊടുത്തിട്ടും അവിടെ എത്തിയിട്ടും ഇമ്രാൻഖാനെ കാണാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിന് മുന്നിൽ അവർ 3 പേരും സമരം നടത്തി. ഇമ്രാൻഖാൻ അനുകൂലികൾ മുഴുവൻ ജയിൽ വളഞ്ഞു. പാകിസ്ഥാൻ അങ്ങ് കത്തുന്ന തരത്തിലേക്ക് മാറി. അസീം മുനീർ കൊന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് ദാ ഇമ്രാൻഖാൻ ഇവിടെയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിനെ ഏതാണ് നമ്മൾ ശരിവെക്കേണ്ടത്? പാകിസ്ഥാനിൽ എന്തും നടക്കും, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പാകിസ്ഥാനെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതൊരു തെമ്മാടി രാഷ്ട്രമാണ്. റോഗ് നേഷൻ എന്ന് പറയാവുന്ന എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അമേരിക്കയ്ക്കും ഇതറിയാം. പിന്നെ അമേരിക്കയ്ക്ക് ഈ ഏഷ്യ റീജിയനിലുള്ള ജിയോ പൊളിറ്റിക്സിനെ താങ്ങി നിർത്താൻ വേണ്ടി പാകിസ്ഥാനെ ഒരു കരുവായിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ എല്ലാ രഹസ്യങ്ങളും അമേരിക്കയ്ക്ക് അറിയാം. ആണവ ബോംബ് അവരുടേത് അവിഹിതമായി നിർമ്മിച്ചതാണെന്നുള്ള കാര്യം വരെ വളരെ വ്യക്തമായിട്ട് ഡീപ് സ്റ്റേറ്റിന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇങ്ങനൊരു ഒരാളെ ആവശ്യമുണ്ട്. ഏത് ചെകുത്താനുമായിട്ട് കൂട്ടുപിടിച്ചായാലും അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ളതാണ്. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് അസീം മുനീർ എന്ന് പറയുന്ന പട്ടാള ഫീൽഡ് മാർഷലെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന് മൂക്കറ്റം ആഹാരമൊക്കെ കൊടുത്ത് സൽക്കരിച്ചുകൊണ്ട് പറഞ്ഞയച്ച് തൃപ്തിപ്പെടുത്തി വിടുന്നത്. കാരണം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ ഒന്നുമല്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് തന്നെ ശരിയായ രീതിയിലായിരുന്നില്ല. ശരിക്കും അധികാരത്തിൽ വരേണ്ടത് ഇമ്രാൻഖാൻ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത്, പ്രത്യേകിച്ചും പഞ്ചാബ് പ്രവിശ്യയിലുമൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതും ഒക്കെ അദ്ദേഹമാണ്. ആ പഞ്ചാബ് പ്രവിശ്യയിലെയും അതിർത്തിയിലെയും തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന തെഹ്രീക്ക് മേഖലയിലെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഗോത്ര വിഭാഗങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തിലല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഇമ്രാൻഖാൻ്റെ ഭരണകൂടത്തിലാണ്. കാരണം ഹി വാസ് എ ജെന്റിൽമാൻ ക്രിക്കറ്റർ ആൻഡ് എ ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ. ഇപ്പോൾ ഉള്ളവരെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബൂട്ടു നക്കികളാണ് ആയിട്ട് മാറിയിരിക്കുക. കാട്ടറബിയല്ല, ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇമ്രാൻഖാൻ അല്ലേ? എന്തോ വിദ്യാഭ്യാസമുള്ള ഒരു ജനപ്രതിനിധി, വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വിദേശിയായിരുന്നു, ഒരു മദാമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുള്ള, അതിനെക്കുറിച്ച് വളരെ എതിർപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്കിടയിൽ. പക്ഷേ അദ്ദേഹം ഒരു യാഥാസ്ഥിതിക മുസ്ലിം ആയിരുന്നില്ല. പട്ടാളത്തെ എതിർക്കാൻ തങ്കേടം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കുറ്റം. പാകിസ്ഥാനിൽ പട്ടാളത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അവൻ തൂക്കുമരത്തിൽ ഏറ്റപ്പെടുക എന്നാണ് അർത്ഥം. അത്രമാത്രം ശക്തമാണ് പട്ടാളം. നമ്മുടെ ഈ രാജ്യത്ത് ജുഡീഷ്യറി ഉണ്ട്, അതുപോലെ പാർലമെൻ്റ് ഉണ്ട്, അതുപോലെ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇതിനൊക്കെയാണ് ശക്തി. പാകിസ്ഥാനിൽ അങ്ങനെയല്ല. അതൊക്കെ വെറും ശക്തിയില്ലാത്ത ശബ്ദമില്ലാത്ത സ്തംഭങ്ങൾ മാത്രമാണ്. സ്തംഭിച്ചു നിൽക്കുകയാണ് പട്ടാളത്തിൻ്റെ മുമ്പിൽ, അസീം മുനീറിൻ്റെ മുമ്പിൽ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അസീം മുനീറാണ്. ഡൊണാൾഡ് ട്രംപ് തന്നെ ഇവരെ ആരെയും വിളിക്കാതെ, ഷഹബാസ് ഷെരീഫിനെയോ പ്രസിഡന്റിനെയോ വിളിക്കാതെ അമേരിക്കയിൽ എപ്പോഴും സൽക്കാരങ്ങൾ നടത്തുന്ന ആരെയാണ് വിളിച്ചാണ്? അസീം മുനീർ. തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ്? അസീം മുനീർ. അസീം മുനീറിൻ്റെ ശത്രുവായിരുന്നു ഇമ്രാൻഖാൻ. പട്ടാളത്തിനെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തെ വകവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കൂ, സാഹചര്യ തെളിവ് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ 73 വയസ്സുള്ള ആളാണ്. അപ്പോൾ കൊല്ലാൻ ഒരു പ്രയാസവും ഇല്ല. 2023 മുതൽ റാവൽപിണ്ടിയിലെ അദിയാല ജയിലിലാണ്. റാവൽപിണ്ടിയിലെ അദിയാല ജയിലിലാണ്. അത് സൈനിക ആസ്ഥാനം കൂടെയുള്ള സ്ഥലമാണ്. വളരെ നിശബ്ദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയാതെ ചെയ്യാൻ അവർക്ക് കഴിയും. പിന്നെ അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ PTI എന്ന് പറയുന്ന പാക് തെഹ്രീക്ക് ഇൻസാഫ് എന്ന പാർട്ടിയുടെ പ്രവർത്തകർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ ജയിലിന് മുമ്പിലെത്തി. തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവർ പങ്കെടുത്തവർ നൗറീൻ ഖാൻ, അലീമ ഖാൻ, ഉസ്മ ഖാൻ എന്നീ 3 സഹോദരിമാരാണ്. സഹോദരിമാർ ഇത്രയും പേരുണ്ട്.
അവരെ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് പട്ടാളമാണ്. അത് നാക്കുകൊണ്ടല്ല മറുപടി പറഞ്ഞത്, അവരുടെ പട്ടാളത്തിൻ്റെ തോക്കുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. നന്നായിട്ട് പീഡിപ്പിച്ചാണ് അവരെ വിട്ടത്. എവിടെയാണ് ഇമ്രാൻഖാൻ, തൻ്റെ സഹോദരൻ എവിടെയാണ് എന്നറിയാനുള്ള അവകാശം ഈ രാജ്യത്തില്ലേ? ഹേബിയസ് കോർപ്പസ് കൊടുത്തെങ്കിലും അറിയാനുള്ള അവകാശമില്ലേ? പാകിസ്ഥാനിൽ അതൊന്നുമില്ല. പട്ടാളം പറയുന്നതിനപ്പുറം ഒരു കോടതിയില്ല. അങ്ങനെയാണ് കുറേ ജഡ്ജിമാർ ഇപ്പോൾ പാകിസ്ഥാനിലെ സുപ്രീം കോടതിയിൽ നിന്ന് രാജിവെച്ച് പോയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഭരണം ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് കൂട്ടരാജിയാണ് നടത്തിയിരിക്കുന്നത്. ആ സ്റ്റേറ്റ് തകർന്നു, ജനാധിപത്യം തകർന്നു, മതേതരത്വം തകർന്നു. എന്നിട്ടാണ് അവർ നരേന്ദ്രമോദി അയോധ്യയിൽ അവിടുത്തെ ധ്വജാരോഹണം നടത്തി. അയ്യോ, ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പീഡനമാണ്. മുസ്ലിങ്ങൾക്ക് ഒരു പീഡനവുമില്ല, അവർക്ക് പ്രത്യേകം പള്ളി വെച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് കോടതി. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ ഓചാരമൊന്നും ആവശ്യമില്ല. അതിനെക്കുറിച്ച് ആവശ്യമില്ലാതെ വേവലാതിപ്പെടേണ്ട. നിങ്ങളുടെ നാട്ടുകാരനായ, നിങ്ങളുടെ പൗരനായ, നിങ്ങളുടെ മുൻ പ്രധാനമന്ത്രിയായ, ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന ഇമ്രാൻഖാൻ എവിടെ? അത് പറയൂ ആദ്യം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മതക്കാർക്ക് പോലും രക്ഷയില്ല, ജനാധിപത്യത്തിന് രക്ഷയില്ല. നിങ്ങളെല്ലാം കൊണ്ടുവന്ന അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. വല്ല പണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീപത്മനാഭ സ്വാമിക്ക് മുമ്പിൽ തൃപ്പടിദാനം ചെയ്തതുപോലെ എല്ലാം അടിയറവ് പറഞ്ഞ ഒരു രാഷ്ട്രമാണ് നിങ്ങൾ. അടിവേരുകളില്ലാത്ത രാഷ്ട്രം, തെമ്മാടി രാഷ്ട്രം. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ കാണിക്കുന്ന ബഹുമാനം ഇതാണ്. എന്നിട്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ നിങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ദുഷ്ടലാക്കിന് വേണ്ടിയിട്ട്. എന്ത് തെമ്മാടികളാണ് ഇവിടുത്തെ ഭരണകൂടം, അസീം മുനീർ ഉൾപ്പെടെ. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരാൾ എവിടാണെന്ന് ചോദിച്ചാൽ, അയാളുടെ സ്വന്തം സഹോദരിമാർ ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ലോകത്തിന് മുമ്പിൽ മറുപടിയില്ല. ഈ അമേരിക്ക എന്ന് പറയുന്നത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രാഷ്ട്രം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണെന്നും പറഞ്ഞ് നടക്കുന്ന രാജ്യം. ഇവിടെ യാതൊരു പ്രശ്നമില്ല. അവർ വെനിസ്വേലയിൽ മഡൂറ എന്നും പറഞ്ഞ ഒരാൾ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുണ്ട്. അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോവുക. എന്താ കാര്യമെന്നറിയോ? റഷ്യയുമായിട്ട് അടുപ്പമുള്ള ആളാണ് ഈ മഡ്യൂറോ എന്ന് പറയും. മഡ്യൂറോ എന്ന് പറഞ്ഞാൽ സംസ്കൃതവുമായിട്ട് ബന്ധമുള്ള വാക്കാണ്. മധു എന്നാണ് അർത്ഥം, തേൻ. അപ്പം സംസ്കൃതവും അതുപോലെ തന്നെ ഈ റഷ്യൻ ഈ ഭാഷകളും ഒക്കെ ആയിട്ട് വളരെയധികം അടുത്ത ബന്ധമുണ്ട്. ഇൻഡോ യൂറോപ്യൻ ഭാഷകളുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട്. അതിൽ വന്ന വാക്കാണ് മഡ്യൂറോ. മഡ്യൂറോ എന്ന് പറഞ്ഞാൽ മധുവുമായിട്ട് ബന്ധപ്പെട്ട. മധു നമ്മുടെ നാട്ടിൽ പേരില്ലേ, മധു എന്നൊക്കെ പേരില്ലേ, അതുപോലുള്ളൊരു പേരാണ് ഈ മഡ്യൂറോ. അയാളെ എങ്ങനെയും തുലയ്ക്കണം. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരാണ് അദ്ദേഹം. അതിനുവേണ്ടി അതിൻ്റെ പടക്കപ്പലും ഒക്കെ ആയിട്ട് ആ രാജ്യത്തിൻ്റെ ചുറ്റും കടലിൽ വിന്യസിച്ചിരിക്കുകയാണ്. പസഫിക് കരീബിയൻ ദ്വീപുകൾ മുഴുവൻ അമേരിക്കയുടെ കപ്പൽ പടവെന്ന് നിറഞ്ഞിരിക്കുക അവിടെ ജനാധിപത്യം ഒരു കുഴപ്പമില്ലാതെ വളർന്നു. അവിടെ തകർക്കുക. ഇവിടെ ജനാധിപത്യം തകർന്നു എന്ന് മാത്രമല്ല, ഇമ്രാൻഖാനെ കാണാനുമില്ല, ഒരു പ്രശ്നവുമില്ല അമേരിക്കയ്ക്ക്. ഇദ്ദേഹത്തെ മിക്കവാറും കൊന്നതായിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇത് ഒരു ശബ്ദം പോലും. അങ്ങനെ പാകിസ്ഥാൻ ഇമ്രാൻഖാനെ കൊന്നെങ്കിൽ ഇപ്പോൾ സഹോദരിമാരെ കാണാൻ അഭ്യൂഹങ്ങളൊക്കെ അവസാനിക്കും. കാരണം ഇമ്രാൻഖാന്റെ പിന്നെ അനുയായികൾ മുഴുവൻ പാകിസ്ഥാൻ കത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അസീം മുനീർ തന്നെ പറയുന്നു ഇമ്രാൻഖാനെ കാണാനുള്ള അനുവാദം സഹോദരിമാർക്ക് കൊടുക്കാം എന്നതാണ് ഇന്ന് രാവിലത്തെ വാർത്ത. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇമ്രാൻഖാനെ തീർത്താൽ പാകിസ്ഥാൻ ഉണ്ടാകുമോ? ഈ ഉസ്മാൻ അൻവാറിനോട് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് ഇമ്രാൻഖാൻ്റെ ഒരു സഹോദരി. അവർ പറയുന്നത് കേട്ട് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. പോലീസ് അതിക്രൂരമായ ആക്രമണമാണ് എനിക്ക് നേരെ അഴിച്ചുവിട്ടത്. പോലീസ് ഈ സ്ത്രീക്ക് നേരെ. ഇങ്ങനെയാണ് സ്ത്രീ സുരക്ഷ അവിടെ. 71 വയസ്സുള്ള എന്നെ മുടിയിൽ കുത്തിപ്പിടിച്ച് റോഡിലൂടെ വലിച്ചിടച്ചു. എന്തിനാ? എൻ്റെ ആങ്ങളെ എവിടെ നിന്ന് ചോദിച്ചതിന്. അവിടെ കൂടിയിരുന്ന മറ്റ് സ്ത്രീകൾക്കും സമാനമായ അതിക്രമം നേരിട്ടു. ഇവരൊന്നും ചെയ്തില്ല. എൻ്റെ സഹോദരൻ എവിടെ എന്നെ ഒന്ന് കാണിക്കാമോ? ഇത്രയും ചോദിച്ചതിനാ. അപ്പം എന്തൊരു നിയമവാഴ്ച ഇല്ലാത്ത ഒരു രാജ്യമായിട്ടത് മാറി. ഒരു പരാതിയില്ല ആർക്കും. ഒരു രാജ്യത്തിനും ഒരു പരാതിയില്ല. ചൈനയ്ക്കും ഇല്ല പരാതി, അമേരിക്കയ്ക്കും ഇല്ല, ബംഗ്ലാദേശിനും ഇല്ല പരാതി. എനിക്ക് തോന്നുന്നു അയാളെ മിക്കവാറും തൂക്കിലേറ്റി കാണും അവിടെ. കട്ട്ലറ്റാക്കി ഇട്ട് കാണും. ഇനി ബിരിയാണിയിലെ കാണാൻ ചേർത്തോ എന്നുള്ളത് അറിയത്തില്ല. ജനങ്ങൾക്ക് തന്നെ തിന്നാൻ കൊടുത്തു. അവാമി ലീഗിന്റെ ഷെയ്ഖ് ഹസീന ഇതുപോലല്ലേ, കട്ട്ലറ്റ് ആക്കണമെന്നും പറഞ്ഞാണ് ഇപ്പോൾ അവിടെ മുഹമ്മദ് യൂനുസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ വേണം. രക്തദാഹികളാണെന്നേ, ശവദാഹികളാണ്. ഈദി അമീന്മാരാണ് ഈ രണ്ട് രാജ്യങ്ങളും ഭരിക്കുന്നത്. ബംഗ്ലാദേശും ഭരിക്കുന്നത്, പാകിസ്ഥാനും ഭരിക്കുന്നത്. ചോദിക്കാനും പറയാനും ഒരുത്തനും ഇല്ല. അഴിച്ചു വിട്ടിരിക്കുക.